1971 ബംഗ്ലാദേശ് യുദ്ധത്തിൽ ഭാരതത്തിന്റെ സംഭാവനകൾ പാഠപുസ്തകങ്ങളിൽ നിന്ന് ഒഴിവാക്കി മുഹമ്മദ് യൂനിസ് ഭരണകൂടം. ഈ അധ്യയന വർഷത്തിൽ പുസ്തകങ്ങളിൽ ഇന്ത്യൻ സൈന്യം ബംഗ്ലാദേശ് മോചനത്തിനായി നടത്തിയ യുദ്ധത്തെപ്പറ്റി പരാമർശിക്കുന്നില്ല. പാഠപുസ്തകങ്ങളിൽ നിന്ന് അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ ചിത്രവും ഒഴിവാക്കി. ഗൗതം അനന്തനാരായണൻ ചേരുന്നു. ഗൗതം, 1971 ബംഗ്ലാദേശ് യുദ്ധത്തിൽ ഭാരതത്തിന്റെ സംഭാവനകൾ പാഠപുസ്തകങ്ങളിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുകയാണ് മുഹമ്മദ് യൂനിസ് ഭരണകൂടം. നമുക്കറിയാം, നേരത്തെയും ഇത്തരത്തിലുള്ള പല പ്രവൃത്തികളും നടന്നിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ നിലവിൽ ഈ യുദ്ധത്തിൽ ബംഗ്ലാദേശിന്റെ മോചനത്തിനായി ഏതൊക്കെ രീതിയിലുള്ള ഇടപെടലുകൾ ഭാരതം നടത്തിയോ അതെല്ലാം പാടെ ഉപേക്ഷിക്കുന്ന തരത്തിലും ബോധപൂർവമായി അതിൽ നിന്ന് നീക്കം ചെയ്യുന്ന തരത്തിലേക്കുമുള്ള നീക്കങ്ങളിലേക്കല്ലേ കടന്നിരിക്കുന്നത്? രോഹിണി, അതുതന്നെയാണ്. വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ള സംഭവങ്ങളാണ് ബംഗ്ലാദേശിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ബംഗ്ലാദേശിൽ ഈ മുഹമ്മദ് യൂനിസിന്റെ ഇടക്കാല ഭരണകൂടം വന്നതിന് ശേഷം ഇത്തരം പ്രവർത്തികൾ തുടർച്ചയായി നടക്കുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും തീക്ഷ്ണമായ നിലയിലുള്ള ഒന്നാണ് ഇപ്പോൾ നടക്കുന്നത്. അതായത് ഈ പുതിയ അധ്യയന വർഷത്തിൽ ഹയർ സെക്കൻഡറിയും അതോടൊപ്പം തന്നെ സെക്കൻഡറി, പ്രൈമറി ലെവലിലുള്ള സ്കൂളുകളിൽ കുട്ടികൾ പഠിക്കുന്ന മുഴുവൻ പാഠപുസ്തകങ്ങൾ, പ്രത്യേകിച്ച് ചരിത്ര പുസ്തകങ്ങൾ മുഴുവൻ തിരുത്തി എഴുതുക എന്ന അജണ്ടയാണ് ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയും മുഹമ്മദ് യൂനിസും എല്ലാം ചേർന്നുകൊണ്ട് ബംഗ്ലാദേശിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനായി ഒരു 57 അംഗ കമ്മിറ്റിയെ നിയോഗിച്ചിരുന്നു. പ്രൈമറി ലെവലിലും സെക്കൻഡറി ലെവലിലും ഹയർ സെക്കൻഡറി ലെവലിലെയും പുസ്തകങ്ങൾ, ചരിത്ര പുസ്തകങ്ങൾ പ്രത്യേകിച്ച് തിരുത്തുന്നതിന് വേണ്ടിയാണ് ഈ കമ്മിറ്റിയെ നിയോഗിച്ചത്. ഈ കമ്മിറ്റി ഇപ്പോൾ ചെയ്തിരിക്കുന്നത് 1971 ബംഗ്ലാദേശ് എന്ന രാഷ്ട്രം രൂപപ്പെടുത്താൻ വേണ്ടി നടന്ന ആ യുദ്ധത്തിന്റെ ചരിത്രം മുഴുവൻ മാറ്റി എഴുതിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ആ യുദ്ധത്തിൽ ഭാരതത്തിന്റെ സൈന്യം നടത്തിയ ഇടപെടലാണ് ഇന്ന് കാണുന്ന ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യം. ആ യുദ്ധത്തിൽ ഏതാണ്ട് 1971 ഡിസംബർ മാസം 3-ാം തീയതി മുതൽ ഡിസംബർ 16 വരെ ഏതാണ്ട് ഒന്നര ആഴ്ചക്കാലം നീണ്ടുനിന്ന യുദ്ധത്തിൽ ഭാരതത്തിന് നഷ്ടപ്പെട്ട സൈനികരുടെ എണ്ണം ഔദ്യോഗികമായ കണക്കുകൾ കൃത്യമല്ല എങ്കിൽ പോലും 2500-നും 3800-നും ഇടയിലുള്ള ഭാരതത്തിന്റെ ധീരന്മാരായ സൈനികരാണ് അന്ന് ബംഗ്ലാദേശ് എന്ന ഒരു പുതിയ രാജ്യം രൂപപ്പെടുത്താൻ പാകിസ്ഥാനിൽ നിന്നും വലിയ തോതിലുള്ള അവഗണനകൾ ഏറ്റുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗത്തെ പുതിയൊരു രാജ്യമായി അക്കോമഡേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള യുദ്ധത്തിൽ ജീവൻ പൊലിഞ്ഞു പോയത്. അങ്ങനെ 3000-നും മുകളിൽ സൈനികരെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഭാരതം നടത്തിയ ഐതിഹാസികമായ യുദ്ധത്തിന്റെ ഫലമാണ് ഇന്നു കാണുന്ന ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യം എന്നത് ഒരു വസ്തുതയാണ്. അതാണ് ചരിത്ര വസ്തുത എന്നത്. എന്നാൽ അതിനെ മുഴുവൻ ഇസ്ലാമിസ്റ്റുകൾ തിരുത്തിക്കൊണ്ട് ഭാരതത്തിന് അതുമായി ഒരു ബന്ധവുമില്ല എന്ന രീതിയിലുള്ള പുതിയ ചരിത്ര പുസ്തകം ബംഗ്ലാദേശിൽ രൂപപ്പെടുത്തുകയാണ്. ഈ 2025 വർഷത്തിൽ തുടങ്ങുന്ന അധ്യയന വർഷം, അത് ബംഗ്ലാദേശിൽ ആരംഭിക്കുന്ന ഘട്ടം മുതൽ അവിടുത്തെ കുട്ടികൾ പഠിച്ചു വരുന്ന ഈ പാഠപുസ്തകത്തിനകത്ത് 1971 ബംഗ്ലാദേശ് ലിബറേഷൻ വാറിൽ ഭാരതത്തിന് ഒരു ബന്ധവുമില്ല, ഇന്ത്യൻ സൈന്യത്തിന് അതുമായി ഒരു ബന്ധവുമില്ല എന്ന രീതിയിലുള്ള പുതിയ ചരിത്രമാകും അവിടുത്തെ കുട്ടികൾ പഠിക്കുക എന്നതാണ് യാഥാർത്ഥ്യം. മാത്രമല്ല, ഇതിൽ മറ്റൊരു 2-3 തിരുത്തലുകളുണ്ട്, അതുകൂടി എടുത്തു പറയേണ്ടതുണ്ട്. ഒന്ന്, ഇതുവരെ ബംഗ്ലാദേശിന്റെ ചരിത്ര പുസ്തകങ്ങളിലെല്ലാം പറഞ്ഞിരുന്നത് ഈ 1971 ബംഗ്ലാദേശ് എന്ന പുതിയ രാജ്യം രൂപപ്പെടുമ്പോൾ അതിനെ ആദ്യം അംഗീകരിച്ച രാജ്യം ഭാരതമാണ് എന്ന് അവർ എഴുതി വെച്ചിരുന്നു. അതൊരു വസ്തുതയാണ്. കാരണം ഇന്ത്യയുടെ ഇടപെടൽ മൂലമാണ് ഈ രാജ്യം ഉണ്ടാകുന്നത്. പാകിസ്ഥാനെ നമ്മൾ യുദ്ധത്തിൽ പരാജയപ്പെടുത്തി. അതിനുശേഷം ഈ ബംഗ്ലാദേശ് എന്ന രാജ്യം ഉണ്ടാകുമ്പോൾ ആദ്യം അതിനെ അംഗീകരിക്കുന്നതും ഭാരതം തന്നെയാണ്. അതിൽ പോലും ഇപ്പോൾ തിരുത്തൽ വന്നിരിക്കുകയാണ്. ഭൂട്ടാനാണ് ആദ്യമായി ബംഗ്ലാദേശ് എന്ന രാജ്യത്തെ അംഗീകരിച്ചത് എന്നാണ് ഈ പുതിയ ചരിത്ര പുസ്തകങ്ങളിൽ എഴുതി വെച്ചിരിക്കുന്നത്. മാത്രമല്ല, ഇതിൽ ഇന്ദിരാഗാന്ധി ഉൾപ്പെടെയുള്ളവരുടെ പടങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്. കാരണം അന്ന് ഈ ലിബറേഷൻ വാർ നടക്കുന്ന ഘട്ടത്തിൽ ഭാരതത്തിന്റെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയായിരുന്നു. ഇന്ദിരാഗാന്ധിയുടെ ചിത്രം ഇപ്പോൾ ഈ പാഠപുസ്തകങ്ങളിൽ ഉണ്ടാകില്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. വളരെ ചരിത്ര പ്രാധാന്യമുള്ള 2 ചിത്രങ്ങളിൽ ആണ് ഇന്ദിരാഗാന്ധി അവിടുത്തെ പുസ്തകങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത്. ഒന്ന്, ഈ 1971 യുദ്ധത്തിന് ശേഷം പിന്നീട് 1972 ബംഗ്ലാദേശിന്റെ വിമോചന നേതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന ഷെയ്ഖ് മുജീബുർ റഹ്മാൻ കൊൽക്കത്തയിൽ എത്തുന്ന ഘട്ടത്തിൽ 1972 ഫെബ്രുവരി മാസം 6-ാം തീയതിയാണ് അന്ന് ഷെയ്ഖ് മുജീബുർ റഹ്മാൻ കൊൽക്കത്തയിലെത്തിയത്. അന്ന് ഇരുവരും ചേർന്നുകൊണ്ട് ഒരു സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുന്നതിന്റെ ചിത്രം ബംഗ്ലാദേശിലെ പാഠപുസ്തകങ്ങളിൽ ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നീട് അതേ വർഷം മാർച്ച് മാസം 16-ാം തീയതി ഇന്ദിരാഗാന്ധി ബംഗ്ലാദേശിന്റെ തലസ്ഥാനമായ ധാക്കയിലേക്ക് പോകുകയും അവിടെ വെച്ച് ഇരുവരും ചേർന്നുകൊണ്ട് എടുത്തിട്ടുള്ള ചിത്രങ്ങളുണ്ട്. ആ ചരിത്ര പ്രാധാന്യം ചിത്രങ്ങളെല്ലാം ബംഗ്ലാദേശിന്റെ പുതിയ പാഠപുസ്തകങ്ങളിൽ നിന്നും ഒഴിവാക്കപ്പെടുന്നു എന്നതാണ് വസ്തുത. ജമാഅത്തെ ഇസ്ലാമി എല്ലാ അർത്ഥത്തിലും ബംഗ്ലാദേശിനെ വിഴുങ്ങുന്നു എന്നതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ഈ ചരിത്ര പുസ്തകങ്ങളിൽ വരുത്തിക്കൊണ്ടിരിക്കുന്ന മാറ്റം. രോഹിണി.
ശരി ഗൗതം. 1971 ബംഗ്ലാദേശ് യുദ്ധത്തിൽ ഭാരതത്തിന്റെ സംഭാവനകൾ പാഠപുസ്തകങ്ങളിൽ നിന്ന് ഒഴിവാക്കി മുഹമ്മദ് യൂനിസ് ഭരണകൂടം. ഈ അധ്യയന വർഷത്തിൽ പുസ്തകങ്ങളിൽ ഭാരത സൈന്യം ബംഗ്ലാദേശ് മോചനത്തിനായി നടത്തിയ യുദ്ധത്തെപ്പറ്റി പരാമർശിക്കുന്നേയില്ല എന്നുള്ളതാണ്. ഗൗതം അനന്തനാരായണനാണ് വിവരങ്ങൾ നൽകിയത്.